ശ്രീ എം കെ ഹരിദാസ്, താങ്കൾ എങ്ങനെ കാണുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇന്നത്തെ തീരുമാനത്തെ? തീരുമാനമെന്ന് പറയാൻ പറ്റില്ല, തീരുമാനം എടുക്കാതെ കോടതിയിലേക്ക് വിടുകയാണ് ചെയ്തിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അപ്പോൾ കൈ കഴുകുകയാണല്ലോ സ്വാഭാവികമായിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയ്തിരിക്കുന്നത്. തന്ത്രി ആരാണ് ശബരിമലയിലെ എന്ന് തീരുമാനിക്കാൻ പോലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ല. പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡ്? എനിക്ക് ശ്രീ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനോട് അങ്ങേയറ്റം രാഷ്ട്രീയപരമായ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടോടും അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളോടും അങ്ങേയറ്റം വിയോജിപ്പുണ്ടെങ്കിലും ഇന്നലെ അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങേയറ്റം 100% ഞാൻ ശരിവെക്കുന്നു. അതിലത്തെ ശ്രീ രാഹുലെ, ഈ മോഹനരെ എന്തിനാണ് ഈ ഫ്ളാറ്റിൽ പോയത് എന്നുള്ള കാര്യത്തിന് താങ്കൾക്കൊരു നിർവചനം പറയാൻ പറ്റും? എന്തിനാണ് അവിടെ സൂപ്പർ മാർക്കറ്റ് നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ ചായപ്പീടിക നടത്തുന്നുണ്ടോ ഒരു ചായ കുടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് വൈദ്യശാലയാണോ, മെഡിക്കൽ ഷോപ്പാണോ? അദ്ദേഹം അവിടെ എന്തിനു പോയി? അദ്ദേഹത്തിനെ തടഞ്ഞു വെച്ചുകൊണ്ട് സ്വർണം അപഹരിക്കാൻ വേണ്ടി ശ്രമിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷെ അദ്ദേഹം എന്തിനവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാത്തിടത്തോളം കാലം, അതിന് ഉത്തരം നൽകാൻ കഴിയാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം വളരെയധികം നമ്മൾ പറയില്ലേ, അങ്ങേയറ്റം വൃത്തികെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചിട്ടില്ല, ദയവ് ചെയ്ത് ഞാൻ സംസാരിക്കാൻ സമ്മതിക്കും, അപ്പോഴല്ലേ നമുക്ക് ചർച്ച മുൻപോട്ട് പോകുള്ളൂ. ശ്രീ മോഹനർ അവിടെ എന്തിനു പോയി എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് എന്തുകൊണ്ട് തന്ത്രിസ്ഥാനത്ത് നിന്നും ഇപ്പോൾ മാറി നിൽക്കണം, ശബരിമലയ്ക്ക് വരാൻ അദ്ദേഹത്തിന്, ശബരിമല ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കാൻ അദ്ദേഹത്തിന് അനുമതിയില്ല, അതില്ലാത്ത സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ ആദ്യം കാണണം. അപ്പൊ അതൊരു മാന്യതയാണ്. അതെന്തായി? അദ്ദേഹത്തിന് വ്യഭിചാരശാലയിൽ നിന്നും പിടിച്ചതിന്റെ പേരിലെ ദേവസ്വം ബോർഡായാലും സർക്കാരുകളായാലും ഒരു തീരുമാനമെടുത്തു, നിങ്ങൾ ഇനി ശബരിമലയിലെ തന്ത്രിയായിട്ടുള്ള, അതായത് പരമ്പരാഗതമായിട്ടുള്ള പൂജാതി കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനം. താങ്കള് അദ്ദേഹത്തെ മടക്കിയില്ലേ? എന്തുകൊണ്ട് അദ്ദേഹം തന്ത്രിസ്ഥാനത്ത് വന്നുകൊണ്ട് ശബരിമലയിൽ യാതൊരു കാര്യങ്ങളും നടത്തുന്നില്ല? എന്താണ് ഇങ്ങനെ പറയുന്നത്? മഞ്ജുഷ, ഇത് ഇങ്ങനെ അലറി വിളിച്ചിട്ട് ഈ ചർച്ച അലമ്പാക്കാൻ സമ്മതിക്കരുത്. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് സമയം കൊടുക്കൂ. ഈ മോഹനരെ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ ശബരിമലയിൽ താന്ത്രിക കർമ്മങ്ങളിലും പൂജാതി കർമ്മങ്ങളിലും പങ്കെടുക്കുന്നുണ്ടോ രാഹുൽ? പങ്കെടുക്കുന്നില്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിന് അതിനുള്ള യോഗ്യത നഷ്ടപ്പെട്ടതായി ദേവസ്വം ബോർഡും പിന്നീട് വന്നിട്ടുള്ള ദേവസ്വം ബോർഡുകൾ തീരുമാനമെടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് പറ്റുന്നില്ല. ഇതേ പ്രശ്നം തന്നെയാണ് ശ്രീ രാജീവരുടെ പേരിലുമുള്ളത്. അദ്ദേഹം സസ്പെക്റ്റഡ് ആണ്. ഒരു ജാമ്യാപേക്ഷയുടെ വിധിയിൽ 2ഓ 3ഓ സ്ഥലത്ത് രാജീവരെ കോടതി നന്നായി ചിത്രീകരിച്ചു എന്ന് വെച്ച് അദ്ദേഹം ഈ സ്വർണ്ണക്കൊള്ള കേസിൽ നിന്നും മോചിതനായിട്ടില്ല. അദ്ദേഹം മോചിതനായിട്ട് വരും വരേക്ക് മാന്യതയുണ്ടെങ്കിൽ അദ്ദേഹം ഈ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമായിരുന്നു. മോഹനരെ മാതൃകയാക്കിക്കൊണ്ട്. രാജീവരുടെ ആരോഗ്യ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ മാറി നിൽക്കുകയാണ്. ഹരിദാസ്, അതിനകത്ത് ആരോഗ്യ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കണ്ഠരര് രാജീവര് മാറി നിൽക്കുന്നു, പകരം മകനെ തന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതാണ് അതൊരു തെറ്റായ കീഴ്വഴക്കമല്ലേ മഞ്ജുഷേ? ഒരു തന്ത്രിക്ക് എനിക്ക് ശാരീരികമായിട്ട് സുഖമില്ല, അതുകൊണ്ട് എന്റെ മകനെയാക്കണം. മറ്റൊരു തന്ത്രി പറയാണ് എനിക്ക് കുറച്ചു കാലത്തേക്ക് ശബരിമലയ്ക്ക് വരാൻ പറ്റില്ല, ഞാനൊരു വിദേശ യാത്ര പോവുകയാണ്, അവിടേക്ക് ആക്കണം. അത്തരം ഒരു സാഹചര്യത്തില് ശബരിമലയിലെ തന്ത്രി സ്ഥാനത്ത് നിന്ന് ഈ താഴമൺ കുടുംബം മാറി നിൽക്കണമെന്ന് കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. ഒന്നും നടന്നിട്ടല്ല, അങ്ങനെയൊന്നും നടക്കുകയുമില്ല. പക്ഷെ എന്നിരുന്നാലും ധാർമ്മികമായിട്ടുള്ളൊരു ചുമതല ഇവർക്കുണ്ട്. കാരണം എന്താണെന്നറിയോ? ജസ്റ്റിസ് പരിപൂർണനെ പോലെ അങ്ങനെ ഒരാളിപ്പോ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. താന്ത്രിക മന്ത്രകാര്യങ്ങളിലെല്ലാം അതീവ നൈപുണ്യമുള്ള നീതി നിയമ സംവിധാനങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബ്രാഹ്മണൻ ഇന്ന് ഈ കേരളത്തിലെ മിക്ക തന്ത്രിമാരെയും ഒരു അഭിമുഖം നടത്തുകയാണെങ്കിൽ ഇവർക്കൊന്നും തന്നെ ഒരു ക്ഷേത്രത്തിലെയും താന്ത്രിക വിദ്യകളിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയില്ലെന്ന് കണ്ടെത്തും. കാരണം ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ തൃപ്പൂണിത്തുറയിലെ ഒരു 4ഓ 5ഓ ചെറിയ ക്ഷേത്രങ്ങളിലെ തന്ത്രിയാണ്. ഒരു ഗണപതി ഹോമത്തിന് അദ്ദേഹം തന്നെ വേണമെന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ട് ഞാനൊരു വലിയ കുടുംബത്തിന് അദ്ദേഹത്തിന് ഏർപ്പാട് ചെയ്തു കൊടുത്തു. അദ്ദേഹം വന്നു, ആ ഗണപതി ഹോമവും വൈകുന്നേരം ഒരു ഭഗവത് സേവയൊക്കെ നടത്തിപ്പോയി. അവിചാരിതമായിട്ട് ചെന്നൈയിൽ നിന്ന് ഈ കുടുംബത്തിൽപ്പെട്ട വളരെയധികം അറിവുള്ള ഒരു പൂജാരി വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ പൂജാതി കർമ്മങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ട് ആ വീട്ടുകാരോട് പറഞ്ഞത് എന്താണെന്നറിയോ? ആ വ്യക്തി, ആ പൂജാരി ഇന്നിവിടെ ചെയ്തിട്ടുള്ളതെല്ലാം
ഒന്നും ശരിയായ രീതിയിലല്ല. അദ്ദേഹത്തിന് അതിനെക്കുറിച്ചിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പ് എന്തിന് ഗണപതി ഹോമം പോലും കൃത്യമായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് അറിയില്ല. ഭഗവത് സേവയിൽ അദ്ദേഹം ഉരുവിടുന്ന മന്ത്രങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവത് സേവയിൽ ഒരു കാര്യമുണ്ട്, ഉറക്കെ മന്ത്രം ചൊല്ലണം. എന്റെ വീട്ടിൽ 4-5 ഭഗവത് സേവ നടത്തണം ഞാൻ കണ്ടിട്ടുണ്ട്. ഉറക്കെ അതിന്റെ മന്ത്രങ്ങൾ ചൊല്ലിയാണ് ഇദ്ദേഹം ചുണ്ടുകൊണ്ട് അനക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞത് എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ആ ഭഗവത് സേവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശ്ലോകങ്ങൾ ചെല്ലാൻ അറിയാത്തത് കൊണ്ട് അദ്ദേഹം ചുണ്ടനക്കിക്കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ 4-5 ക്ഷേത്രങ്ങളുടെ തൃപ്പുണിത്രയിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പൂജാതി കർമ്മങ്ങളിൽ ഒരു വിവരവുമില്ലെന്ന് മറ്റൊരു പൂജാരി കണ്ടെത്തേണ്ട അവസ്ഥ വന്നുവെങ്കിൽ കേരളത്തിൽ ഞാനാണ് എല്ലാം എന്ന് ഞെളിഞ്ഞു നടക്കുന്ന ഈ തന്ത്രിമാരുണ്ടല്ലോ, ഇവരെയൊക്കെ കൃത്യമായിട്ട് അറിവുള്ള വ്യക്തികൾ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരു അഭിമുഖം നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഗണപതി ഭഗവാന്റെ എന്താണ് പറയേണ്ടത്, നക്ഷത്രം അറിയില്ലെന്ന് പറയേണ്ടി വന്ന ഒരു ഗതികേട് കൂടി ഈ മോഹനർക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അത്തരത്തിൽ ശബരിമലയിലെ ക്ഷേത്ര പൂജാതി കർമ്മങ്ങളിൽ ഭാഗബുക്കാവാത്ത മോഹനർക്ക് രാജീവര് കത്ത് കൊടുത്തിട്ട് എങ്ങനെ ആക്കണം എന്ന് പറയുന്നതിൽ എനിക്ക് അതിന്റെ ഒരു പൊരുൾ മനസ്സിലാവുന്നില്ല. എന്തിനാണ് അത് എന്ന്. കാരണം എല്ലാ കാര്യങ്ങളിലും ദേവസ്വത്തിന് ഹരിദാസ് എന്തുകൊണ്ട് കണ്ഠരര് ബ്രഹ്മദത്തൻ, അതായത് മകൻ, പുതിയ തലമുറയിൽപ്പെട്ട ബ്രഹ്മദത്തൻ, അദ്ദേഹം ഒരു കേസിലും പ്രതിയല്ല, ഒന്നിലും ആരോപിതനല്ല, അങ്ങനെ ഒരാൾ വരുന്നതിൽ എന്താണ് തെറ്റുള്ളത് എന്നുള്ള ചോദ്യമാണ് വരുന്നത്. കാരണം താഴമൺ കുടുംബത്തിനാണ് ഈ പാരമ്പര്യ അവകാശമുള്ളത് ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രിയായി വരുന്നതിൽ. അപ്പോൾ അതിലെ പുതിയ തലമുറയിൽപ്പെട്ടയാൾ വരുന്നു, അതിലെന്ത് തടസ്സമെന്നാണ്? ഇതിലിവിടെ ശ്രീ രാഹുൽ ഈശ്വർ പറയുന്നത് കേട്ടു, കേരളത്തിലെ വിശ്വാസികൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളായ വിശ്വാസികളെ മുഴുവൻ, ഹിന്ദുക്കളായ വിശ്വാസികളുടെ അടക്കമുള്ള ഒരു എന്താ പറയേണ്ടത് ഒരു കാലിബർ അളക്കാൻ രാഹുൽ ദയവ് ചെയ്ത് തയ്യാറാവരുത്. കാരണം താങ്കളെക്കാട്ടിലൊക്കെ വളരെയധികം എന്റെ മൂത്ത മകന്റെ പ്രായം പോലും താങ്കൾക്ക് ഇല്ല എന്ന് തോന്നുന്നു. കേരളത്തിലെ ഹിന്ദുക്കളുടെ മനസാക്ഷിയൊക്കെ താങ്കൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ഈ കണ്ഠർ രാജീവര് ഈ കേസിൽ പ്രതിയായതിൽ അങ്ങേയറ്റം രോഷം കൊള്ളുന്ന ഹിന്ദുക്കൾ കേരളത്തിലുണ്ട്. ഒരു ഹിന്ദുവല്ലേ ഞാൻ, അപ്പൊ എനിക്കും ഹിന്ദുക്കളായിട്ടൊക്കെ ബന്ധം ഉണ്ടാവില്ലേ? അപ്പൊ ഇത്തരത്തിൽ കേരളത്തിലെ എല്ലാ ഹിന്ദുക്കൾക്കും ഇന്നത്തെ താഴമൺ തന്ത്രി കുടുംബം അവിടെ ചെയ്യുന്നതും ചെയ്യാത്തതുമായ പ്രവൃത്തികളെ എല്ലാം അനുകൂലിക്കാൻ കേരളത്തിലെ വിശ്വാസ സമൂഹം തയ്യാറാണെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചോളൂ. അങ്ങേയറ്റം വിയോജിപ്പുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ CPM ഈ ട്രാപ്പിൽ കുടുക്കിക്കൊണ്ട് കേസിലെ അതൊക്കെ കഴിഞ്ഞിട്ട് അഗ്നിശുദ്ധി വരുത്തിയിട്ട് അദ്ദേഹം തിരിച്ചു കയറി കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്റെ നാവൊക്കെ വേണമെങ്കിൽ അറുത്ത് കളയാൻ ഞാൻ തയ്യാറാണ് രാഹുലെ. ഇപ്പോൾ അദ്ദേഹം സസ്പെക്റ്റഡ് ആണ്. അദ്ദേഹം മാന്യതയുടെ പേരിൽ അദ്ദേഹത്തിന് പോലും അവിടുത്തെ ശബരിമലയിലെ തന്ത്രിസ്ഥാനം വഹിക്കാൻ യോഗ്യതയില്ല എന്നിരിക്കെ അദ്ദേഹത്തിന്റെ മകനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ റെക്കമെൻഡേഷൻ ചെയ്തിട്ടുള്ളത് അങ്ങേയറ്റം അധാർമികതയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല മഞ്ജുഷേ. നോക്കൂ, ഞാൻ ഒരു കാര്യം കൂടി എനിക്ക് പറയണം. ശബരിമലയിൽ മാത്രമൊന്നുമല്ല ഈ അനാചാരങ്ങൾ നടക്കുന്നത് മഞ്ജുഷേ. ഇത്തരത്തിൽ നമ്മളിപ്പോ ശബരിമല തന്ത്രിയെ പറ്റിയിട്ടുള്ള പരാതി നമ്മൾ ഗവൺമെന്റിന് അയക്കുകയാണെന്ന് വിചാരിക്കുക. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആരുടെ അടുത്തറിയോ ചെല്ലുന്നത്? ഇതേ തന്ത്രിയുടെ അടുത്ത് തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ? തന്ത്രി പറഞ്ഞു അതൊക്കെ തെറ്റാണ്, എന്നോടുള്ള വ്യക്തിവൈരാഗ്യം മൂലമാണ് ഉണ്ടായതാണ്. ഗുരുവായൂർ ഓദിക്കന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഓദിക്കന്മാർ അതായത് മേൽശാന്തി ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ചെയ്യുന്ന എല്ലാ ഗുരുവായൂരിലെ പ്രവൃത്തികളും ഓദിക്കന്മാരുടെ നേതൃത്വത്തിലാണ്. ഓദിക്കന്മാരെ കുറിച്ചിട്ടുള്ള നിയമം, അതായത് അവരുടെ പരമ്പരാഗതമായിട്ട് അവർക്കൊരിതുണ്ട്. ഓദിക്കന്മാരുടെ കുടുംബത്തിലെ സ്ത്രീകൾ ഒന്നിൽ കൂടുതൽ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അവരെ സ്മാർത്ഥ വിചാരണ നടത്തി പടിയടച്ച് പിണ്ണം വെച്ചതിന് ശേഷം മാത്രമേ ഈ ഓദിക്കന്മാർക്ക് ഗുരുവായൂർ അമ്പലത്തിലെ പിന്നീടുള്ള ശാന്തി കർമ്മങ്ങളിലും പൂജാതി കർമ്മങ്ങളിലും പങ്കെടുക്കാൻ പാടൂ എന്നുള്ളത് ലിഖിതമായ ഒരു നിയമമാണ്. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഓദിക്കന്മാർ എന്ന് പറയുന്ന കുടുംബത്തിലെ ഒരു സ്ത്രീ 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. അവരെ ഇതുവരേക്ക് പടിയടച്ച് പിണ്ണം വെക്കുകയോ കൈമുക്ക് മനയിൽ പോയിട്ട് പ്രായശ്ചിത്തം ചെയ്യുകയോ ചെയ്യാതെയാണ് ഈ ഓദിക്കന്മാർ അവിടെ ഇപ്പോൾ ഈ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ. ഇതിനെക്കുറിച്ചിട്ട് പിണറായി വിജയൻ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് 2017 1 or 2 പരാതികൾ കിട്ടിയപ്പോൾ അദ്ദേഹം അത് അയച്ചു കൊടുത്തു ഗുരുവായൂർ ദേവസ്വത്തിന്. ഇതിന്റെ സത്യസ്ഥിതി അന്വേഷിച്ചിട്ട് പെട്ടെന്ന് തന്നെ വിവരം തരണം എന്ന് പറഞ്ഞിട്ട് ആരെ വിളിച്ചിട്ടാണെന്നറിയോ? ഗുരുവായൂർ ദേവസ്വത്തിലെ അഡ്മിനിസ്ട്രേറ്റർ ഈ കാര്യങ്ങൾ ചോദിച്ചത് ഈ ഓദിക്കൻ കുടുംബത്തിലെ മുഖ്യനായ വ്യക്തിയെ വിളിച്ചിട്ടാണ് ചോദിച്ചത്. ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ? നിങ്ങളുടെ കുടുംബത്തിലെ ഒരു സ്ത്രീ 2 കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് സത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു സ്ത്രീ ഇല്ല പറഞ്ഞു. ഈ സ്ത്രീ ആ കുടുംബത്തിലേതാണ് എന്നുള്ളതിന് എല്ലാവിധ രേഖകളും
വിഷയത്തിലേക്ക് പോകട്ടെ. ശ്രീ രാഹുൽ ഈശ്വർ ഒരു കാര്യം എന്ന് പറയുന്നത് അഗ്നിശുദ്ധി വരുത്തി വരുന്നത് വരെ ഈ കുടുംബത്തിന് മാറി നിന്നുകൂടെ എന്നുള്ളതാണ്, താഴമൺ കുടുംബത്തിന്. അതിന് താങ്കൾ ഉത്തരം പറയുന്നില്ല കേട്ടോ. അങ്ങനെ താഴമൺ കുടുംബം മാത്രമേ പറ്റൂ എന്നുണ്ടോ ഈ താന്ത്രിക വിധിക്ക്? അങ്ങനെയല്ല. എന്താണ് തന്ത്രി എന്ന് പലർക്കും മനസ്സിലാവാറില്ല. തന്ത്രി എന്ന് പറഞ്ഞാൽ പ്രാണപ്രതിഷ്ഠ നടത്തി ആ ദേവന്റെ, ആ ഡേറ്റിയുടെ പിതൃസ്ഥാനീയനാണ്. അത് ശബരിമലയിൽ മാത്രമല്ല, ഗുരുവായൂരിലും എല്ലാ അമ്പലങ്ങളിലും ആരാണോ പ്രാണപ്രതിഷ്ഠ കഴിക്കുന്നത് അവർക്ക് അതിന്റെ അച്ഛനാണ്. നമുക്ക് അച്ഛനെ മാറ്റാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അത് കുടുംബത്തിനായി വരുന്നത്, ഒരു കാരാന്മ സമ്പ്രദായത്തിൽ വരുന്നത്. ഇനി ഏതെങ്കിലും തന്ത്രിയെ കുറിച്ച് വിവാദമോ കാര്യമോ ഉണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കാം. അത് പരിശോധിക്കുന്നവർക്ക് ആർക്കും എതിർപ്പ്, അത് പരിശോധിക്കണം. ഏതെങ്കിലും രീതിയിൽ സീരിയസ് ക്രിമിനൽ ഒഫൻസ് അടക്കമുള്ള കാര്യങ്ങളിൽ വരികയാണെങ്കിൽ ആക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ എടുക്കുന്നേ പ്രശ്നമല്ല. പക്ഷേ കണ്ഠര് മോഹൻര് നിരപരാധിയായിരുന്നു, അത് ഹൈക്കോടതി വിധി വന്നു. കണ്ഠര് രാജീവർ നിരപരാധിയാണെന്ന് ഇനീഷ്യൽ പ്രഥമ ദൃഷ്ട്യാ വിധി കൊല്ലം കോടതിയുടെ വന്നു. ഇനി അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തട്ടെ, സംശയമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം തന്റെ മകനും പരിണിതപ്രജ്ഞനുമായ യുവാവായ ആധുനിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും ഒരേപോലെ നേടിയിട്ടുള്ള കണ്ഠര് ബ്രഹ്മദത്തിനാണ് വരുന്നത്. ബ്രഹ്മദത്തനാകട്ടെ മഹേഷ് മോഹനരാകട്ടെ രണ്ടുപേരും യുവാക്കളാണ്, ഭക്തജനങ്ങൾക്കിടയിൽ വലിയ സമ്മതിയുള്ളവരാണ്, വിശ്വാസമുള്ളവരാണ്. അപ്പോ ഇന്നും ഇന്നലെ ദേവസ്വം ബോർഡിന് 100 വർഷമല്ലേ ആയിട്ടുള്ളൂ. ഹിന്ദു വിശ്വാസങ്ങൾ ഇതിന്റെ നൂറ്റാണ്ടുകളും ആയിരത്താണ്ട് വർഷങ്ങളും പഴക്കമാണുള്ളത്. കെ.എസ്. രാധാകൃഷ്ണൻ സാറിന്റെ പോർട്ടിൽ ഒരുപാട് ഫാക്ച്വൽ തെറ്റുകളുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർജി ആകട്ടെ, ശ്രീ സന്ദീപ് ബചസ്പതി ആകട്ടെ, കുമ്മനം ചേട്ടനാകട്ടെ, അവർക്കൊന്നും ഈ നിലപാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ സോമൻജി എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയാണ് പറഞ്ഞതാണ്. അതാണ് ഓരോ വിശ്വാസിക്കുമുള്ള മനസ്സിലെ ധാരണ. നമ്മുടെ ഇനി ഏതാണെങ്കിലും, അത് എന്റെ ബന്ധുവായിട്ട് പറയല്ല, ഗുരുവായൂരാണെങ്കിലും ശബരിമലയാണെങ്കിലും ആറ്റുകാലാണെങ്കിലും നമ്മൾ എടുക്കുന്ന, അല്ലെങ്കിൽ വേറൊരു അമ്പലമാണെങ്കിലും നമ്മൾ എടുക്കുന്ന നിലപാട് അതായിരിക്കും. അവിടത്തെ തന്ത്രിയെ രാഷ്ട്രീയ കാരണങ്ങളാൽ CPM-കാർ, ഇടതുപക്ഷക്കാർ കള്ളക്കേസിൽ കുടുക്കി എന്ന അവസ്ഥയാണ്. ഇനി അദ്ദേഹം നേരത്തെ ചോദിക്കുകയുണ്ടായി, ഹരിദാസ് സാർ ഈ വിശ്വാസിയാണോ എന്ന്. ഹരിദാസ് സാർ, എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഞാനും ഇവിടെ ഇരിക്കുന്ന ശ്രീ സോമൻജിയും മധുമണി വലാജിയും ഒക്കെ ശബരിമല പ്രക്ഷോഭത്തിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയതാണ്. ഞങ്ങളിൽ പലരും അടികൊണ്ടതും ജയിലിൽ കിടന്നും ഒക്കെയാണ്. എന്തായാലും ഹരിദാസ് സാർ അത്തരം കാര്യങ്ങളിലൊന്നും ഏർപ്പെട്ടിട്ടില്ലല്ലോ. അപ്പൊ ഞങ്ങൾ വിശ്വാസികളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എന്ത് അർത്ഥത്തിലാണ്? കണ്ഠര് മോഹൻരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, കണ്ഠര് മോഹൻരെ കേസിലെ വാദിയാണ്. ഇനിയും ഏതെങ്കിലും വിഷയത്തിൽ തർക്കങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാം. ഇന്ന് ശ്രീ മഹേഷ് മോഹൻരാണെങ്കിലും ശ്രീ ബ്രഹ്മദത്തനാണെങ്കിലും ഏറ്റവും സൗഹാർദ്ദത്തിലും സാഹോദര്യത്തിലും ഒരുമിച്ച് പോകുന്നവരാണ്. ഒരുപക്ഷെ ആർക്കും തർക്കമില്ലാത്തത് കണ്ഠര് മഹേശ്വരയെ കുറിച്ചായിരുന്നു. അത് ശ്രീ മധു മണിമലാജിയും എന്നോട് യോജിക്കും. കണ്ഠര് മഹേശ്വരെ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള G. സുധാകരൻ സാറിന് പോലും വലിയ ഇഷ്ടവും കാര്യമായിരുന്നു. ഏതെങ്കിലും രീതി, ഏതാണ് പറഞ്ഞത്, നമ്മൾ ഹിന്ദുക്കളുടെ ഇടയിൽ സമവായം ഉണ്ടാകണം, ഒരുമിച്ച് പോകാനുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. ഇനി എന്ത് ഫീഡ്ബാക്ക് വന്നാലും, ഇപ്പം പന്തളം കുടുംബത്തിൽ നിന്ന് ഒരു അഭിപ്രായം വന്നു, തീർച്ചയായും നമ്മൾ കേൾക്കണം. അയ്യപ്പന്റെ കുടുംബമാണ്, സാക്ഷാൽ സ്വാമി അയ്യപ്പൻ ജനിച്ച സ്വാമി അയ്യപ്പന്റെ അമ്മയുടെ കുടുംബമാണ് പന്തളം. അപ്പം പന്തളത്തിൽ നിന്ന് ഒരു അഭിപ്രായം വന്നു, ഏറ്റവും ബഹുമാനത്തോടെ കേൾക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ജസ്റ്റിസ് KT തോമസ് കമ്മീഷന്റെ, അല്ലെങ്കിൽ KT തോമസിന്റെ മീഡിയേഷൻ ഉണ്ടായിരുന്നു പന്തളത്തിന് സ്ഥാനം കൊടുക്കുന്നതിന്. അതില് എന്റെ മുത്തശ്ശനോടക്കം, മുത്തശ്ശന്റെ എതിരഭിപ്രായം ഉണ്ടായിട്ട് പോലും ഞാൻ വളരെ ശക്തമായിട്ട് ഇടപെട്ട് പന്തളത്തിന് അനുകൂലമായ നിലപാടാണ് എടുത്തത്. അന്നാണ് പന്തളത്തിലെ 2 കുട്ടികളെ മേൽശാന്തി സെലക്ഷൻ കൊണ്ടുവരാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.